സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്ലൈഡ് ഡെക്ക്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു സാധനത്തിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ കണ്ട സ്ലൈഡ് ഡിഫറെന്റ് പ്രസന്റേഷൻ ടൂളുകളെ പറ്റിയിട്ടായിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഇതുപോലെ ഒരു സ്ലൈഡ് ഗാമ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഒരു പക്ഷേ നമ്മൾ മിസ് ചെയ്യുന്നുള്ളത്. മലയാളത്തിൽ ഒരു PPT ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ അക്ഷരത്തെറ്റുകൾ ഉണ്ടാവാൻ ഇപ്പോഴും AI ടൂളുകളിലെല്ലാം, PPT മാത്രമല്ല ഏത് ടെക്സ്റ്റിലും അക്ഷരത്തെറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓക്കെ ഇത് തെറ്റുണ്ടല്ലോ എന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മളത് വായിച്ചു നോക്കി ശരിയായിട്ട് വായിച്ചു നോക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അതിലുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാവില്ല. ഇതേപോലെ തന്നെയാണ് പ്രസന്റേഷന്റെ കാര്യത്തിലും. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ ഒട്ടുമേ കൺസിസ്റ്റന്റ് അല്ലാത്ത, ഒട്ടുമേ അട്രാക്റ്റീവ് അല്ലാത്ത ഒരു സ്ലൈഡാണ് നമ്മൾ മണിക്കൂറുകൾ എടുത്തും ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന സിറ്റുവേഷനിൽ 2 മിനിറ്റ് കൊണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഡിഫറെന്റ് ഡിസൈൻസ് ഉള്ള ഒരു സ്ലൈഡ് ഡെക്ക് നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചൂസ് ചെയ്യാൻ, അത് കണ്ണുമടച്ച് ചൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്തിനാണോ നമ്മൾ സ്ലൈഡ് അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ പ്രസന്റേഷൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ള പേർപ്പസിനെയാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കണം. സോ ഇൻ ദിസ് കോഴ്സ് വി ആർ നോട്ട് ജസ്റ്റ് കവറിംഗ് ദ ബേസിക്സ് ഓഫ് AI പ്രസന്റേഷൻ ടൂൾസ്. എന്തിന് നമ്മൾ ടൂളുകൾ പഠിക്കുന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ദിസ് വീഡിയോ. ബിക്കോസ് ഓരോ ടൂളും എങ്ങനെയാണ് പവർ പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ഡെക്ക് ബിൽഡ് ചെയ്യേണ്ടത് എന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. അതിനുള്ള കസ്റ്റമൈസേഷൻ ചെയ്യാൻ, ഫൈനൽ AI എന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ, അതിനനുസരിച്ച് എറേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൂളുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 21 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ടൂളിന്റെ മാക്സിമം ഫീച്ചേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതല്ല നമ്മുടെ ഉദ്ദേശം. ഒരു സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് എടുക്കാം. നമുക്ക് ഏറ്റവും ബെയർ മിനിമത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു AI കൊണ്ടൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. അതിനെ ഒരു റെഫറൻസ് ആക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്തിട്ടോ നമുക്ക് വേണ്ട ഒരു ഫോർമാറ്റിലേക്ക്, നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് ലെവലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം.